ഇപ്പം ഇന്ന് ജാമ്യം എടുത്തേക്കുന്നത് പിണറായി വിജയനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വപ്ന സുരേഷും ഞാനും PC ജോർജും ചേർന്നിട്ട് ഗൂഢാലോചന നടത്തി. പിന്നെ സ്വപ്ന സുരേഷ് എന്തോ ഒരു ഡിവൈസ് ഉപയോഗിച്ചു. എന്ത് ഡിവൈസാണ് ഉപയോഗിക്കുന്നത്? ബോംബ് പോലും ഉണ്ടാക്കിയോ? ഇവിടെ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ തീരെ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ആളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പിണറായി വിജയനാണ്. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എടുത്ത ആൾ ഈ സ്വപ്ന സുരേഷാണ്. പിണറായി വിജയൻ പോയിട്ടും ഈ മഴ പെയ്താലും അതിൻ്റെ ഒരു മരം പെയ്യുമെന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഒരു അലയൊലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമസ്കാരം. പിണറായി വിജയൻ്റെ ഭരണത്തിൽ പിണറായി വിജയൻ്റെ ഭരണകൂടം വേട്ടയാടിയ നിരവധി ആളുകളുണ്ട്. അതിൽ മാധ്യമപ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ 10 കൊല്ലം വേട്ടയാടിയിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ പടിയിറങ്ങിപ്പോയത്. അന്ന് പലരും മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ പ്രതികരിച്ചിരുന്നെങ്കിലും പക്ഷേ അതിന് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പിണറായി വിജയൻ്റെ ഭരണം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലതും തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. HRDS ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. HRDSനെ ഈ പിണറായി വിജയൻ്റെ ഭരണകൂടം ദ്രോഹിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ പലരും കണ്ടതാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷിനെ ജോലിക്കെടുത്തു എന്നതിൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ നേരിടേണ്ടി വന്ന ഒരു സംഘടനയാണ്. HRDSൻ്റെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നോക്കിയ ഒരു ഭരണകൂടമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് HRDSൻ്റെ സ്ഥാപക സെക്രട്ടറി ശ്രീ അജി കൃഷ്ണനാണ്. നമസ്കാരം. നമ്മൾ മുമ്പും അഭിമുഖത്തിൽ പലതും പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് നമ്മൾ സ്വകാര്യമായി പറഞ്ഞിരുന്നത് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. മറച്ചു വെച്ചത് പറയാൻ നമ്മൾ മടിച്ചത്, അങ്ങനെയുള്ള പലതും പറയാം. പിണറായി വിജയൻ്റെ ഭരണം മാറിയിരിക്കുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? വലിയ ആശ്വാസമുണ്ട്, വലിയ ആശ്വാസം. അത് എനിക്ക് മാത്രം ഫീൽ ചെയ്ത കാര്യമല്ല, മുഴുവൻ ആളുകൾക്കും. ഇപ്പം നമ്മളെ കേരളത്തിലെ ജനങ്ങൾ, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. ഈ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു ജനത ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളില്ല, കേരളത്തിലുള്ളവർ. അപ്പോൾ അവിടെ ഈ പിണറായി വിജയനെ പോലെ ഒരു അങ്ങേയറ്റം ക്രിമിനലും അഴിമതിക്കാരനും ആയിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക. അപ്പോൾ എത്ര ലജ്ജാവഹമാണത്. അപ്പം ആ ഒരു അവസ്ഥ കേരളത്തിനെ കൊണ്ടെത്തിച്ചത് ഈ CPM എന്ന് പറയുന്നൊരു അതൊരു മതം പോലെ അഡിക്റ്റായി പോയ കുറേ ആളുകളെ വെച്ചിട്ട് ഇവർ കളിച്ചൊരു കളിയാണ്. അപ്പോൾ ഇതിനൊരു അന്ത്യമുണ്ടായി. ആ അന്ത്യം എന്ന് പറയുന്നത് അതൊരു അസാമാന്യമായൊരു അന്ത്യം തന്നെയാണ് ഉണ്ടായത്. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു അന്ത്യം, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാതെ പോട്ടെ എന്ന് തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചു പോവാണ്. പിന്നെ ഈ കമ്മ്യൂണിസത്തിന് അങ്ങനെ ഗുണമുണ്ട്, ഇത് പോയാൽ പിന്നെ വരികയില്ല. കാരണം അതുപോലെ ആളുകൾ മടുത്തു കഴിയുമ്പോൾ അത് വലിച്ചെറിഞ്ഞ് കളയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെയും പോയി, ഇപ്പം ബംഗാളിലൊക്കെ പോയല്ലോ, മറ്റേ ലോകത്താകമാനം മറ്റേ രാജ്യങ്ങളിൽ, ഇപ്പോൾ റഷ്യ അതുപോലെ രാജ്യങ്ങളൊക്കെ പോയല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോൾ സംഭവിച്ചത്. അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഇവർ പറയില്ലോ, ഒരു കനൽത്തരി എന്നൊക്കെ പറയും, ബാക്കിയുണ്ടെന്ന്. അതൊക്കെ ഒരു വലിയ സാഹിത്യത്തിൻ്റെ ഒരു മേമ്പടിയൊക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ പോലും അതും ഇപ്പോൾ അസ്തമിച്ചു. അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. അന്ന് HRDS എന്ന സംഘടന മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുസമൂഹത്തിനും മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷിനെ ജോലിക്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് വേട്ടയാടലുകൾക്ക് ഇരയായി. താങ്കളെപ്പോലും തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കോടതി ജാമ്യം കിട്ടി. അന്ന് എന്തായിരുന്നു യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്? കാരണം ജനങ്ങൾക്ക് അതറിയാൻ ഒരിക്കൽ കൂടി താല്പര്യമുണ്ട്. കാരണം നമ്മളത് റീവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഇന്നിപ്പം എന്നോടിത് സ്മർശി പറയുമ്പം ഞാൻ ഓർക്കുന്നത്, ഇന്ന് ഞാനും സ്വപ്നയും ഒക്കെ ചേർന്നിട്ട് പാലക്കാട് ഒരു ജാമ്യം എടുക്കേണ്ടി വന്നു. അത് ഇതുപോലെ തന്നെ ഒരു കെട്ടിച്ചമച്ച കേസിൻ്റെ പേരിലാണ് ജാമ്യം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് പിണറായി വിജയൻ പോയിട്ടും ഈ മഴ പെയ്താലും അതിൻ്റെ ഒരു മരം പെയ്യുമെന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഒരു അലയൊലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ പെട്ടുപോകുന്നത്. ഇപ്പം ഇന്ന് ജാമ്യം എടുത്തേക്കുന്നത് പിണറായി വിജയനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വപ്ന സുരേഷും ഞാനും PC ജോർജും ചേർന്നിട്ട് ഗൂഢാലോചന നടത്തി. പിന്നെ സ്വപ്ന സുരേഷ് എന്തോ ഒരു ഡിവൈസ് ഉപയോഗിച്ചു. എന്ത് ഡിവൈസാണ് ഉപയോഗിക്കുന്നത്? ബോംബ് പോലും ഉണ്ടാക്കിയോ? അത് ഇവരുടെ പരിപാടിയല്ലേ.
കണ്ണൂർ വീട് വീടാന്തരം ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ നമ്മളാരും ചെയ്യുന്ന കാര്യമാണോ? ഈ 3 പേരും കൂടി ഒരുമിച്ച് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഗൂഢാലോചന? അല്ല, ഇത് ഇവർ പറയുന്ന സംഭവം നടക്കുമ്പം ഞാൻ ഒന്നാമത് ഇന്ത്യയിലേ ഇല്ല, ഞാനൊന്ന് ദുബായിലാണ്. അപ്പോൾ ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇവർ പറയുന്നത്. അത്ര വലിയ മിടുക്കനായ ആളൊന്നുമല്ല ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ വേറൊരു രാജ്യത്തിന് ദാവൂദ് ഇബ്രാഹിമൊക്കെ ഇപ്പം പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ കളിക്കുന്ന പോലെ കളിക്കാൻ മാത്രമുള്ള വലിയ കൊള്ളക്കാരൊന്നുമല്ല ഞാനൊരു സന്നദ്ധ പ്രവർത്തകനാണ്. അപ്പോൾ എന്നെ പോലെ ഒരാളെ ക്കെതിരെ കൊണ്ടുവരുന്ന ഒരു ആരോപണമാണ് ഇതൊക്കെ. അപ്പം അതിനിപ്പോൾ ഇന്ന് നമ്മൾ ജാമ്യം എടുക്കും. പിന്നെ അന്ന് ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ റിപ്പോർട്ടർ ചാനലിലെ അന്ന് നികേഷ് കുമാർ ഇതിനകത്ത് നികേഷ് കുമാറിൻ്റെ ഉടമസ്ഥതയിൽ വാങ്ങുന്നതിന് മുമ്പാണ്. അന്ന് ഇവർ നികേഷ് കുമാറിൻ്റെ അച്ഛനെ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടും ഇവരെല്ലാവരും അവസാനം ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് മാറി നികേഷ് പിണറായിക്ക് വേണ്ടിയിട്ടൊരു വീട് പണി ചെയ്യുന്ന ഒരു ജോലിക്കാരനായി, തോട്ടപ്പണിക്കാരനെ പോലെ ഒരാളായി മാറി. അപ്പോൾ അന്ന് ഇപ്പോഴും ഈ റിപ്പോർട്ടർ ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ചെയ്യുന്നതിനെ കൊള്ളക്കാരുടെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് പോയതുകൊണ്ട് പിന്നെ അത് വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അന്ന് ചെയ്തപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നിലപാടിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത്. എന്തായാലും നികേഷ് കുമാറിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേഷനിൽ പോയതാണ്. അന്ന് ഞാൻ ദുബായിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നേരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അട്ടപ്പാടിയിൽ പോയി അവിടെയാണ് അഗളിയിലാണ് പരാതി കൊടുക്കേണ്ടത്. ഈ നികേഷ് കുമാറിൻ്റെ എന്തായിരുന്നു പരാതിക്ക് ആധാരമായ കാര്യം, നമ്മളിവിടെ ഈ മരുന്ന് വിതരണം നടത്തിയിരുന്നു ഈ കോവിഡിൻ്റെ സമയത്ത്. അത് ആൾസാസിനിക്ക എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ അത് എല്ലാവർക്കും കൊടുക്കാൻ ഗവൺമെൻറ് തന്നെ പറഞ്ഞ സാധനമാണ്. അതനുസരിച്ച് ഞങ്ങൾ അവിടുത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും എന്ന് വെച്ചാൽ 16,000 ഫാമിലിയിൽ ഇത് എത്തിച്ചു കൊടുക്കാനൊരു സംവിധാനം ഉണ്ടാക്കി. അതൊരു അമേരിക്കൻ ഏജൻസിയാണ് ഇതിന് ഫണ്ട് തന്നത്. അതിൻ്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മരുന്ന് പരീക്ഷണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഹോമിയോ മരുന്ന് വാർത്ത കൊടുത്തു. അപ്പം അതുകൊണ്ട് അതിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഞാനിവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് അന്ന് നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ ആണ് ഈ ട്രൈബൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി, അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആള് നമ്മളോട് വളരെ സൗഹൃദം പുലർത്തുന്ന ആളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഈ മഹാഭാരതത്തിൻ്റെ ഒരു കാലം വരെ നമ്മുടെ കൂടെ നിന്നവരാണ് നമ്മളെപ്പോഴും ചതിക്കാറുള്ളത്. അപ്പം ഇദ്ദേഹമാണ് CPM-ന് ഒറ്റിക്കൊടുത്ത്. പുള്ളി ഇവരുടെ കൈരളി ചാനലിൻ്റെയൊക്കെ ഒരു പ്രവർത്തകനായിരുന്നു. പിണറായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഞാനിങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ച് DGP കൊണ്ട് വിളിച്ചിട്ട് പറയിപ്പിച്ച് ഇവരെ SP-യോട് പറഞ്ഞ് വലിയ ഫോഴ്സ് ചെലുത്തിയാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് മാധ്യമങ്ങളിലേക്ക് കണ്ടു വലിയൊരു ഒരു അധോലോക നായകനെ അറസ്റ്റ് ചെയ്യുന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അതൊക്കെ പലരും കരുതി ഇതെന്തോ ദാവൂദ് ഇബ്രാഹിമിനേക്കാളും വലിയൊരാളാണോ എന്നൊക്കെ സംശയിച്ചിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ കൈരളി താങ്കളോടൊപ്പം അടുപ്പം പുലർത്തിയിരുന്ന കൈരളി ചാനലുമായി ബന്ധമുണ്ടായിരുന്ന ആളിൻ്റെ പേര് പറയുന്നതിൽ വിരോധമുണ്ടോ? പേര് പറയുന്നത് ശരിയാണോ? അദ്ദേഹത്തിന് വിഷമം തോന്നുമെങ്കിലും നമുക്ക് ആ ഭാഗം മാറ്റാം. പക്ഷേ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അദ്ദേഹമാണ്. കാരണം ഞാനവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് അട്ടപ്പാടിയിലേക്ക് പോരുന്ന ഓരോ അരമണിക്കൂർ ഇടവിട്ട് പുള്ളി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു മീറ്റിംഗ് അറിയാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ. നമ്മൾ ഇവരുടെ അത്രയും ഈ CPM-മാരെ പോലെ വലിയ ബുദ്ധിമാന്മാരൊന്നും അല്ലെങ്കിലും നമുക്കും ചെറിയ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അന്നേരം നമ്മളിങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത് ചതിയാണോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയാ? അല്ല, CPM-കാരെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അവരുടെ ഒരു രീതി അത് തന്നെയാണ്. അതെ. പിന്നീട് സ്വപ്ന സുരേഷിനെ ജോലിക്ക് എടുത്തു. ഈ ജോലിയിൽ നിന്ന് സ്വപ്ന സുരേഷിനെ പുറത്താക്കാനുള്ള ഒരു സംഭവത്തിന് ആധാരമായ കാര്യം എന്താണ്? സ്വപ്ന സുരേഷിനെ യഥാർത്ഥത്തിൽ നമ്മൾ പുറത്താക്കിയതല്ല. കാരണം സ്വപ്ന സുരേഷ് തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നു. കാരണം ഇവിടെ അന്നേരത്തേക്കും HRDS-ൻ്റെ മുഴുവൻ ഓഫീസുകളിലും നിരന്തരം റെയ്ഡ്. നമ്മുടെ HRDS-ൽ കൂടുതലും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. ഒരു 80% പേരും HRDS-ൻ്റെ എല്ലാ ഓഫീസുകളിലും കൂടെ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു എന്ന് സ്വപ്നയ്ക്ക് മനസ്സിലായി. കാരണം അവരൊരു അമ്മയാണ്, അവർക്ക് കുട്ടികളുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഈ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ. ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് വിളിപ്പിക്കുക, ഇവരൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക. ഇത്തരം ഒരുപാട് കുഴപ്പങ്ങളിലേക്ക് ഈ പെൺകുട്ടികളും കൂടെ പെടുന്നു എന്ന് തോന്നിയപ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നോട് പറയുന്നത് എന്നെ ഒഴിവാക്കിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ
പുള്ളിക്കാരി പുറത്താക്കി. അല്ല, നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പോരാടാൻ തീരുമാനിച്ച് ഈ സുപ്ന സുരേഷ് നമ്മൾ ജോലി കൊടുത്തതിന് ഒരു പോരാട്ടത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുകളിൽ നിന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായി നമ്മൾ സ്വപ്നയ്ക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചത്. അത് നമ്മുടെ ബോർഡ് കൂടി തീരുമാനിച്ചു. നമ്മുടെ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പിയാണ്. അതുപോലെ KG വേണുജിയാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം സംഘപ്രവർത്തകനായിരുന്നു, പ്രചാരകമായിരുന്നു, മോദിജിയുടെ ഒക്കെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ V മുരളീധരനെയൊക്കെ ABVP കൊണ്ടുവന്നത് വേണുജിയാണ്. വേണുജി അന്ന് ABVPയുടെ സംഘടനാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ഈ മുരളീധരനെയൊക്കെ ABVP അദ്ദേഹം കൊണ്ടുവരുന്നത് ഇവിടെ. ശരി, അത് മുരളീധരൻ്റെയൊക്കെ ഗുരുവാണ്. പക്ഷേ മുരളീധരൻ ഇപ്പോൾ അത് ഓർക്കുന്നുണ്ടാവില്ല. ഒരു ഗുരുക്കന്മാരെയും ഒന്നും അംഗീകരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. പുള്ളിയുടെ ഒരു ലൈൻ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഭരണം മാറിയതിനു ശേഷം സ്വപ്ന സുരേഷ് വീണ്ടും റീജോയിൻ ചെയ്തോ? ഇപ്പോൾ അതിൻ്റെ ചർച്ചകൾ ഓൾമോസ്റ്റ് പൂർത്തിയായി. പിന്നെ പുള്ളിക്കാരി ഇവിടുന്ന് പോയപ്പോഴും നിരന്തരം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മറ്റേ CSRൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് കഴിയുന്നത്ര അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്ടിരുന്നത്. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് പാവപ്പെട്ട ആളുകളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ എന്നെയോ ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള ആരെയല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് രാജ്യത്തെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഇവരുടെ ഒരു കഴിവ്, ദൈവം കൊടുത്തൊരു കഴിവുണ്ട് അവർക്ക്. ആ കഴിവ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് വലിയ സഹായം ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് പിണറായി വിജയനിലേക്ക് തന്നെ വരാം. അതായത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ, അതായത് പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡിനെത്തുന്നു, ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്നു, അവരെ വധിക്കാൻ ശ്രമിക്കുന്നു. കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവം. നോർത്ത് ഇന്ത്യയിൽ പോലും നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ അപ്പോഴും കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ കേസെടുത്തു. UDFൻ്റെ ഭരണമാണ്. 26 പേരെ അറസ്റ്റ് ചെയ്തു, 2 പേരെ ജാമ്യത്തിൽ ഇറങ്ങി, 24 പേർ ഇപ്പോഴും ജയിലിലാണ്. അതും ED എതിർത്തത് കൊണ്ട് മാത്രം. ഈ താങ്കൾ മുൻ SFIക്കാരനായിരുന്നു. അത് മാത്രമല്ല ഈ രാഷ്ട്രീയത്തെയൊക്കെ വളരെ നിരീക്ഷിക്കുന്ന ഒരാളാണ്, ഇവരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ UDF സർക്കാർ ഇങ്ങനെ ഒരു നിസ്സംഗത പാലിക്കുന്നത്? മുമ്പ് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് സോളാർ പരാതിക്കാരിയെ കൊണ്ട് അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന കേസ് കൊടുപ്പിച്ചതും ഒരുപക്ഷെ അദ്ദേഹത്തെ മാനസികമായി തളർത്തി മരണത്തിലേക്ക് തള്ളിവിട്ടതുമൊക്കെ ഈ CPM-ഉം പിണറായി വിജയനുമാണ്. അന്ന് ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയനാണ് ഇത്തരത്തിൽ അതിൻ്റെ മുന്നിൽ നിന്ന് ഇതിനെ നയിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ UDF സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ആയുധമാണെങ്കിൽ പോലും അവരൊന്നും നിസ്സംഗത പാലിക്കുന്നു. എന്താണ് അങ്ങേക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇത് ഇപ്പം കോൺഗ്രസിൻ്റെ മാത്രം കാര്യമല്ല, ഇത് BJP ചെയ്തിട്ടില്ലല്ലോ. ഈ പിണറായിക്കെതിരെ ഇപ്പം അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയനായ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ജനസമ്മതനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൻ്റെ വിലാപയാത്രയുടെ സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ. എത്ര കിലോമീറ്ററുകൾ ജനം കാത്തുനിന്നു. അതിൻ്റെ വണ്ടിയുടെ പുറകെ ആളുകൾ പോന്നു. എൻ്റെ പല സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ വണ്ടിയെ അനുഗമിച്ചതാണ്. അവരൊക്കെ പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരുന്ന സമയം വരെ എത്ര മണിക്കൂർ എടുത്തു വണ്ടിയുടെ എത്താൻ. അപ്പോൾ അത്രയ്ക്ക് ജനങ്ങൾ സ്നേഹിച്ച ഒരാളാണ്, ഒരു നേതാവാണ്. നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്, ഈ ഉമ്മൻചാണ്ടി സാറിന് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാറില്ല. കാരണം അദ്ദേഹത്തിന് രാവിലെ 3 മണി മുതൽ അവിടെ ആളുകൾ പോയി നിൽക്കുകയാണ്. പുള്ളിക്ക് ഉറങ്ങാനേ പറ്റില്ല. അപ്പം ടോയ്ലറ്റിൽ പോകാൻ നിന്നാൽ അതിൻ്റെ വാതിക്കലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. പക്ഷേ പുള്ളി ആരും ഉണ്ടായിരുന്നില്ല. ഏതൊരാളുടെ കാര്യവും ഏത് പാതിരാത്രിയും ചെയ്തു കൊടുക്കുമായിരുന്നു. എനിക്ക് തന്നെ നേരിട്ട് ഒരുപാട് അനുഭവമുണ്ട്. നമ്മുടെ അവിടെ ഒരു വീട് നമ്മൾ പുതുപ്പള്ളി കൊടുത്ത സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും പുള്ളിയാണ് ചെയ്തു തന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്ന ആളാണ്. ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരു നേതാവാണ്. ശരിക്കും മാതൃകയാക്കേണ്ട ആൾ തന്നെയാണ്. ഇവിടെ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ തീരെ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ആളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പിണറായി വിജയനാണ്. കാരണം ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ നായകനെ വെറും ഒരു ലേഡിയുടെ വാക്ക് എടുത്തുകൊണ്ട് എന്തോ പിച്ചുമ്പയും പറഞ്ഞത് കേട്ടിട്ട് അത് വെച്ച് കേസെടുക്കുക, അങ്ങനെ അപമാനിച്ച് നശിപ്പിച്ച് കളഞ്ഞ ഒരു സംവിധാനമാണ് ഈ പിണറായി വിജയനും CPM-ഉം.
എന്നിട്ട് ഇപ്പോൾ ഇതേ പിണറായി വിജയൻ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം എവിഡൻസ് ഉണ്ട്. മറ്റേതിന് ഒരു എവിഡൻസും ഇല്ല. ചുമ്മാ ഒരു പെണ്ണ് പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ. ഇത്രയും എവിഡൻസ് ഉണ്ടായിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ കോടതി വെറുതെ വിടുകയും ആ വിമുക്തനാക്കുകയും ചെയ്തു. പക്ഷേ ഇത്ര എവിഡൻസ് ഉള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു. ഇതെല്ലാം ചെയ്ത ഒരാൾക്ക് എതിരെ ഒരു വാക്ക് കോൺഗ്രസ് കൊണ്ടുവന്നുണ്ടോ? അന്ന് ഞങ്ങൾ ഈ കാര്യം എല്ലാം ചെയ്തപ്പോൾ അപ്പം അങ്ങ് പറഞ്ഞതാണ്, നമ്മളൊക്കെ വളരെ വേദനയോടെ ആലോചിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എടുത്ത ആൾ ഈ സ്വപ്ന സുരേഷാണ്. വേറൊരു ഘടകം HRDs ആണ്. HRDs ഇവരെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് വി ഡി സതീശന് മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞത്. ഇല്ല പിണറായി വിജയൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കി ഇതേപോലെ മഹാനായ വിപ്ലവകാരി വേറെ ഇല്ല എന്നൊരു ഒരു ഒരു ക്ലീഷ ഉണ്ടാക്കിയിട്ട് അയാൾ വീണ്ടും മുഖ്യമന്ത്രിയായി വന്നേനെ. തീർച്ചയായും അന്ന് സ്വപ്ന സുരേഷിന് ഒരു താങ്ങായി നിന്നത് HRDs ആണ്. മറ്റൊരാരും ജോലി കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും അവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ കൊടികുത്തി പൂട്ടിക്കും ആ സ്ഥാപനം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ എന്തായിരുന്നാലും അവർക്ക് അങ്ങനെ ഒരു ജോലി കൊടുക്കുന്നു. പിന്നീട് അവർ അവിടുന്ന് പുറത്ത് പോയെങ്കിൽ പോലും അവർ അതിനുശേഷം, കാരണം HRDs ഒരു പിന്തുണയും ബലവും പിന്നിൽ നിന്ന് കൊടുത്തത് കൊണ്ടാണ് സ്വർണ്ണക്കടത്ത് ബിരിയാണി ചെമ്പിനെ കുറിച്ചും മറ്റു പല കാര്യങ്ങളും അവർക്ക് പറയേണ്ടി വന്നത്, അവർക്ക് പറയാൻ ധൈര്യം വന്നത്. അപ്പോൾ HRDsൻ്റെ ഒരു പങ്ക് തീർച്ചയായിട്ടും അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ അത് പക്ഷെ എന്താണ് ഇവരിപ്പോഴും ഈ നിസ്സംഗത ഇവരുടെ ഇത്? അല്ല, അന്ന് സുമേഷ് ഈ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ BJPയുടെ അതിപ്രഗത്ഭന്മാരെ മന്ത്രിമാരിവിടെ ഉണ്ട് കേരളത്തിൽ നിന്നുള്ളത്. ഇതെല്ലാം മോദിജിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തിന് 1000 കൂട്ടം കാര്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങളുടെ കാര്യങ്ങൾ തന്നെ നോക്കുന്ന ലോക നേതാവാണ്. പക്ഷെ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൻ്റെ എന്തൊക്കെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടതൊക്കെ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരാണ്. അന്ന് ഇവരൊക്കെ കടുത്ത നിസ്സംഗതയാണ് ഈ വിഷയത്തിൽ എടുത്തത്. മോദിജി ഇവിടെ കേരളത്തിൽ വന്ന 3 തവണയും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് സ്വർണ്ണ കള്ളക്കടത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ജയിലിൽ പോയല്ലോ. അപ്പോൾ പിന്നെ അത് ക്ലിയർ അല്ലേ ഇത് പിണറായി വിജയൻ്റെ ഓഫീസിനകത്ത് ഇൻവോൾവ്ഡ് ആണെന്നുള്ള കാര്യം. പക്ഷേ അപ്പോഴും ഈ ജനങ്ങൾക്ക് സംശയമുണ്ട്. BJPയോടും നരേന്ദ്രമോദിജിയോടും ഒക്കെ ആദരവും ഒരു വിശ്വാസ്യത പുലർത്തുന്നവർക്ക് പോലും ഒരു സംശയമുണ്ടായി. നരേന്ദ്രമോദിയും അല്ലെങ്കിൽ BJPയും പിണറായി വിജയനെ സഹായിക്കുകയാണോ എന്നുള്ളൊരു സംശയം പലർക്കും. അവരെ എങ്ങനെ തെറ്റു പറയാൻ കഴിയും? നരേന്ദ്രമോദി അങ്ങനെ ഒരാളല്ല, ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് പുള്ളിയെ കിട്ടിയതാണ്. അത് എനിക്ക് ഇപ്പോൾ ഇത്രയും വർഷങ്ങളുടെ പരിചയമുണ്ടല്ലോ. ഡൽഹിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഇപ്പോൾ പാകിസ്ഥാൻ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ വീടുകൾ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷമല്ല, അതിനു മുമ്പും കളഞ്ഞിട്ടുണ്ട്. ഈ വീടുകളുടെയൊക്കെ പുനർനിർമ്മാണവും അതിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ചെയ്യുന്നത് HRDsനെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെയൊക്കെ പലവട്ടം ഇദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് നിൽക്കുന്ന ആളല്ല. രാജ്യസുരക്ഷ, രാജ്യത്തിൻ്റെ അഭിവൃദ്ധി, ഇത് മാത്രം ഒരു മന്ത്രം പോലെ കൊണ്ട് നടക്കുന്ന ആളാണ് മോദിജിയും ആ ഒരു ടീമും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഇവിടുത്തെ നമ്മുടെ BJPയുടെ നേതാക്കന്മാർക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല. ആ ഒരു റേഞ്ചിലേക്ക് അവർക്ക് വളരാൻ കഴിയാത്തത് കൊണ്ടാണോ അതോ പിണറായി വിജയനുമായിട്ടുള്ള ഒരു അന്തർധാര ഉണ്ടായിരുന്നത് കൊണ്ടാണോ? അത് വളരാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പറയുന്നത്, ഇതുപോലത്തെ ഈ മലീമസമായ അന്തരീക്ഷത്തിൽ നിന്ന് കരകയറാൻ അവർക്ക് പറ്റുന്നില്ലോ. അതല്ലേ ഈ പണം ഇതിനകത്ത് എങ്ങനെ എല്ലാവരും യൂസഫ് അലിയുടെ ആളുകളാണ്. എങ്ങനെയാണ് അവിടുന്ന് സ്വർണം വരുന്നത്? സ്വപ്ന സുരേഷ് അവിടുത്തെ ഈ കോൺസുലേറ്റിൽ ജോലിക്കാർ മാത്രമാണ്. അതുപോലെ ഒരുപാട് ജോലിക്കാർ അവിടെ ഉണ്ട്. പക്ഷേ പിണറായി വിജയനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് സ്വപ്ന സുരേഷിനെ മാത്രം ഇതിനകത്തേക്ക് അവർ വലിച്ചഴിച്ചത്. അവരെന്ത് ചെയ്തു? അവരാണോ അവിടുന്ന് സ്വർണം ഇങ്ങോട്ട് കയറ്റി അയച്ചത്? ഇവിടെ സ്വർണം കൊണ്ടുപോയത് പിണറായി വിജയൻ്റെ വീട്ടിലേക്കല്ല, അല്ല സ്വപ്ന സുരേഷിൻ്റെ വീട്ടിലേക്കാണോ? അല്ലല്ലോ. അപ്പോൾ സ്വപ്ന സുരേഷ് ഇതിനകത്തെല്ലാം ഒരു വിമുഖ സാക്ഷിയായിട്ട് നിന്ന ഒരാൾ മാത്രമാണ്. അവരുടെ റോൾ എത്രയോ വളരെ ചെറുതാണ് ആ കാര്യത്തിൽ. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു ഇതിനകത്ത്. കാരണം നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ, ചില കേന്ദ്രമന്ത്രിമാർ അവരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടല്ലോ ഇന്ന് എത്ര കിലോ വന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അത്ര അങ്ങനെ മുൻ കേന്ദ്രമന്ത്രിമാർ, അതെ മുൻ കേന്ദ്രമന്ത്രി. അപ്പോൾ ഇത്തരം ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും മുൻ കേന്ദ്രമന്ത്രിയെ മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ സംശയം അതല്ല, ഈ BJP പോലും ഇത്രയും ശക്തമായിട്ടുള്ളൊരു ആയുധം കിട്ടിയിട്ട് അതിനെതിരെ ഒരു പ്രസ്താവനകളും എന്തെന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒരു പ്രസ്താവന. കാരണം ഈ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് BJP ആണെന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ മലയാളികൾക്കുണ്ടായിരുന്നു. അത് മാറ്റാനെങ്കിലും ഒരു പ്രസ്താവനയെങ്കിലും കാര്യമായി നടത്തേണ്ടതല്ലായിരുന്നു.
ഇത് പലരും ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് പലരും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. BJP ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല എന്നൊക്കെ ഒരു നിലപാടെടുത്താണ്. അന്ന് ഈ സ്വപ്നയുടെ ഈ വിഷയം ഉണ്ടായ സമയത്ത് നമ്മൾ ഇവിടെ HRDസിൽ വരികയും പിന്നെ 164 കൊടുക്കുകയൊക്കെ ചെയ്ത സമയമുണ്ടല്ലോ, അന്ന് നമ്മൾ ED ഡയറക്ടർക്ക് നേരിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഡയറക്ടർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തതാണ്. പക്ഷേ അന്ന് നമ്മൾ ഡൽഹിയിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അത് നിങ്ങൾ അവിടുന്ന് അവർ ഒന്ന് പ്രഷർ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രഷർ ഇവിടുന്ന് കൊടുത്തില്ല. ഞങ്ങൾ ഇവരോടൊക്കെ കണ്ട് സംസാരിച്ചു. പക്ഷേ ഇവരാരും ആ പ്രഷർ കൊടുക്കാൻ തയ്യാറായില്ല. കാരണം ഇത് എന്നും ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. നമ്മളിപ്പം ഈ നിയമസഭയിൽ മാത്രമല്ല, മറ്റ് പഞ്ചായത്ത് തലത്തിൽ ആണെങ്കിലും ഒക്കെ ഈ UDF, LDF, BJP ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ക്ലാസ്സാണ്. ഈ പൊളിറ്റിക്കൽ ക്ലാസ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു വിഭാഗമാണ്. ഈ വിഭാഗം എന്നും ആളുകളെ പറ്റിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ മറികടക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. അപ്പോൾ അത് ജനങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഈ കാര്യത്തിൽ ബോധവാന്മാരായാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അവർ നമ്മളെ നോക്കിക്കോളും എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ പൊളിറ്റിക്കൽ ക്ലാസിൻ്റെ ഇത്തരം കളികളെ മറികടക്കാൻ വേണ്ടുന്ന ഒരു ശേഷി ഇവിടുത്തെ ജനത ആർജിക്കേണ്ടതായിട്ടുണ്ട്. സുമേഷ്, പണ്ട് നമ്മളൊക്കെ ഈ CPM നടന്ന സമയത്ത് അറിയാമല്ലോ, അന്ന് ഈ മാവോയുടെ പുസ്തകം വായിച്ച സമയത്ത് എഴുതിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്നത്, നിന്റെ കയ്യിൽ 2 തോക്ക് കരുതണം. ഒരു തോക്ക് നിന്റെ ശത്രുവിനെ നേരിടാനും ഒരു തോക്ക് നിന്റെ നേതാവിനെ നേരെയാക്കാനും എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ആളുകൾ 2 തോക്കും കൊണ്ട് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അതെ, നമ്മൾ മാവോയിസ്റ്റ് ആയതുകൊണ്ട് പറയുമല്ലോ കേട്ടോ. പക്ഷേ ഇതാണ് സ്ഥിതി ഇവിടെ. അപ്പം ഈ നേതാവിനെ എൻ്റെ നേരെ ചൂണ്ടാനുള്ള തോക്ക് കേരളത്തിലുള്ളവർ കരുതേണ്ടിയിരിക്കുന്നു. അത് അണികൾ കരുതേണ്ടിയിരിക്കുന്നു, ജനങ്ങൾ കരുതേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവരെല്ലാവരും ഒറ്റൊരു കൈയാണല്ലോ. അതുപോലെ തന്നെയാണ് ശബരിമല വിഷയം. ശബരിമല യുവതീ പ്രവേശനത്തെ എങ്ങനെയാണ് BJP ഒരു രാഷ്ട്രീയ ആയുധമാക്കിയതെന്നും അവിടെ ഒരു പ്രതിഷേധം ഫലപ്രദമായി തന്നെ നടത്തിയാണ് K. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായത് എന്നുള്ള കാര്യവും നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ, അതായത് ശബരിമലയിലെ വിഗ്രഹം പോലും അടിച്ചുകൊണ്ട് പോയ ഒരു ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് പോലും BJP പേരിന് യുവമോർച്ച ഒരു ചെറിയൊരു മാർച്ച് നടത്തി എന്നതൊഴിച്ചാൽ അവരും നിസ്സംഗരാണ്. അല്ല, ഇതെല്ലാം ഇത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. കേരളത്തിൽ ഏതെല്ലാം തരം കൊള്ളയും അഴിമതിയും നടന്നാലും ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കളിയാണ്. ഇപ്പം അതിൻ്റെ ഉദാഹരണമാണല്ലോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ വിഷയം. ഇപ്പോൾ ഈ ED റെയ്ഡും കാര്യങ്ങളും നടക്കുന്നു. ഇവിടുത്തെ ഏറ്റവും ദുഷിച്ചു നാറിയ ഒരു മുഖ്യമന്ത്രിയെ ജനം ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിലിടുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് പോലും വിടുന്നുണ്ടോ? ഇല്ല. ഇവർക്കൊരു പക വേണ്ടേ? സ്വാഭാവികമായിട്ടും വേണ്ടതല്ലേ? ഇവരുടെ നേതാവിനെ കൊല്ലാക്കൊല ചെയ്ത് കൊന്നുകളഞ്ഞ, മാനസികമായിട്ട് പീഡിപ്പിച്ച്, അല്ല അത് തോന്നുന്നില്ല. കാരണം അവർക്ക് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോട് അല്പമെങ്കിലും ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ, കാരണം ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതെ. അപ്പോൾ ഇപ്പോഴത്തെ UDFന്റെ മൃഗീയ ഭൂരിപക്ഷത്തെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മരണം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകനെ മന്ത്രിയെ പദവി കൊടുത്തിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് ആ പേര് അദ്ദേഹത്തെ ഒരു അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഇവർക്ക് ഈ ഉമ്മൻചാണ്ടിയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് ഒഴിച്ചാൽ ഇവർക്കൊന്നും ഉമ്മൻചാണ്ടിയോട് യാതൊരു കൂറുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും ഒരു സമീപനം ഇങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിൽ മാത്രമല്ല, നമുക്ക് ദേശീയ തലത്തിലെടുത്താലും അതാത് കാലത്ത് നേതാക്കന്മാരെ വേണമെങ്കിൽ കൊന്നുകളയും. ഇപ്പം രാജീവ് ഗാന്ധിയുടെ കഥ അറിയാം, അതുപോലെ എത്രയോ പേരുടെ. അപ്പം ഇവർക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നേതാക്കന്മാരെ കൊല്ലും. അതുപോലെ എന്ത് തോന്നിയ ദിവസം കാണിക്കും, ആരുടെ കൂടെയും കൂടും. ഇതുപോലത്തെ ഒരു ക്രമീകരണം കൊണ്ടല്ലേ ഇവർ നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ ഈ VD സതീശനിലെ ജനം വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. എന്ത് ആണ് അദ്ദേഹമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് വളരെ വിഷമത്തോടെ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടിരിക്കുന്നു. അല്ല, തീർച്ചയായും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 മാസം പൂർത്തിയാകുമ്പോഴേക്കും ആ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത് എന്ന് നമുക്ക് പറയാതെ വയ്യ. അതെ, അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. നമുക്ക് വീണ്ടും പിണറായി വിജയനിലേക്ക് വരാം. നമ്മൾ മുമ്പ് ഒരു 2 വർഷം മുമ്പ് അങ്ങ് പറഞ്ഞിരുന്നു, എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടൽ അത് പിണറായി വിജയൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അദ്ദേഹത്തിൻ്റെതാണ്, ഉടമസ്ഥതയിലുള്ളതല്ല അദ്ദേഹത്തിൻ്റെതാണെന്ന്. അതെന്താണ്? അതേക്കുറിച്ച് ഒന്നുകൂടെ പറയാം. പിണറായി വിജയൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛൻ ഇവർക്ക് കൊടുക്കുന്നു അശോകൻ, അങ്ങനെ 260 കോടിക്ക്. അപ്പോൾ എന്ത് വലിയ അഴിമതിയാണ് നടത്തത്. അതിൻ്റെ മുഴുവൻ ഡേറ്റാസും നമ്മുടെ ഈ ഓഫീസിൽ ഉണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്. കേരളത്തിൽ ജനങ്ങളെ ഇവർ മാറ്റി.
അത് ഭീഷണി കൊണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഉള്ള ശേഷിയില്ലായ്മയൊക്കെയിലേക്ക് ആളുകൾ എത്തിച്ചു, ഭയപ്പെടുത്തി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇത് പിണറായി വിജയൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് സ്വപ്ന പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞു, 164 പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 164 ഇപ്പം നിലനിൽക്കുകയാണ്, കോടതിയിലുണ്ട്. ഒരു സ്റ്റെപ്പ് ഇവിടുത്തെ കേരള ഗവൺമെൻറ് എടുക്കാൻ പറയും.